ശ്രീ നിജീഷ് അരവിന്ദ്, നോക്കൂ, ഇന്ന് എൻ ഡി എയുടെ പ്രകടന പത്രിക പുറത്തുവരികയാണ്. ഇതുപോലെ ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രിക കോപ്പിയടിച്ചു എന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. 1 കോടിയിലധികം സർക്കാർ ജോലികളാണ് വാഗ്ദാനം ചെയ്തത്. മറ്റ് കൂടാതെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നത് പറയുന്നു. 1 കോടി സ്ത്രീകളെ ലഘുപതി ദീദിമാരാക്കും എന്ന പ്രഖ്യാപനം. പട്നയ്ക്ക് പുറമെ ബീഹാറിലെ 4 നഗരങ്ങളിൽ കൂടി മെട്രോ ട്രെയിൻ സർവീസ്, 10 പുതിയ വ്യവസായ പാർക്കുകൾ, 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം, 243 അംഗ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയിരിക്കെ 1ാം ഘട്ട വോട്ടെടുപ്പിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ വലിയ വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 10,000 രൂപ വീതം ഓരോ സ്ത്രീകളുടെയും അക്കൗണ്ടുകളിലേക്ക്, ഏതാണ്ട് 75 ലക്ഷത്തിലധികം സ്ത്രീകളിലെ അക്കൗണ്ടുകളിലേക്ക് എത്തിയ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ പിന്നാലെ 1 കോടി തൊഴിലവസരം എന്ന വലിയ പ്രഖ്യാപനം ഉൾപ്പെടെ എത്തുമ്പോൾ എങ്ങനെ സ്വാധീനിക്കും എന്നതാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ഓക്കെ, 2ാം ഘട്ടത്തിൽ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാം. സാധാരണഗതിയിൽ BJP മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നാണ്. ഇപ്പൊ കർണാടകയിൽ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ പ്രചരണമായിരുന്നു നരേന്ദ്രമോദി നേരിട്ട് നയിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു 6 മാസക്കാലം മുമ്പ് തന്നെ നിരന്തരമായ ആഴ്ചയിൽ 1ഉം 2ഉമായിട്ട് അദ്ദേഹം കർണാടകയിൽ വന്നു. അദ്ദേഹത്തിന്റെ ഒരേ ഒരു പ്രഖ്യാപനം ഡബിൾ എഞ്ചിനായിരുന്നു. ഇപ്പൊ ഡബിൾ എഞ്ചിൻ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നത് ഡബിൾ എഞ്ചിൻ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണം ഒരേപോലെയുള്ള മുന്നണിക്ക് കിട്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഭരണത്തിൽ അങ്ങേയറ്റം സ്വാധീനം, മറ്റൊരാൾക്കുമില്ലാത്ത സ്വാധീനമുള്ള ആളാണ് നിതീഷ് കുമാർ. അങ്ങനെ ഒരു സ്വാധീനമുള്ള ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ബീഹാറിന്റെ പിന്നോക്കാവസ്ഥ നമ്മൾ ഏതൊരു ഇൻട്രഡക്ഷനിൽ പറയുന്ന സമയത്തും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഗവൺമെന്റ് ആണ്, ജനങ്ങളാണ്, ഭരണ സംവിധാനമാണ് ബീഹാറിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതൊരു ഇൻട്രഡക്ഷനും ആരംഭിക്കുന്നത്. അപ്പൊ ഇത് ആ പിന്നോക്കാവസ്ഥയെ കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് ഒരല്പം പോലും മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത നിതീഷ് കുമാറിന്റെ നേരത്തെ പറഞ്ഞ ആയാറാം കെയറാം എവിടെയാണോ അധികാരമുള്ളത് അങ്ങോട്ട് നോക്കി നിൽക്കുന്ന സർക്കാർ. അതിനപ്പുറത്ത് BJPക്ക് ഇന്ന് വരെ ബീഹാറിലെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധമാണ് നമ്മൾ നേരത്തെ രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് അധികാർ യാത്രയിൽ കണ്ടത്. കേവലം ഒരു വോട്ട് അധികാർ യാത്രയുമായി ബന്ധപ്പെട്ടല്ല, ആ സർക്കാരിനെതിരെയുള്ള ഒരു വികാരമായിരുന്നു ആ യാത്രയിലേക്ക് കടന്നു വന്ന യുവാക്കൾ. നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ കണ്ട ഏറ്റവും കൂടുതൽ യുവാക്കൾ അണിനിരുന്ന സമ്മേളനമായിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വിയും കൂടി നയിച്ച ആ യാത്രയെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതൊരു ഭരണമാറ്റത്തിന്, അതൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതീകവും സൂചനയുമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന്റെ മുകളിലേക്ക് ഞങ്ങൾ 1 കോടി തരും എന്ന് പറയുന്നതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല. കാരണം ഈ അധികാരം എത്രയോ കാലം ഉണ്ടായിട്ടും 1 കോടി പോയിട്ട് ഒരു സാധാരണക്കാരന്റെ കുടുംബത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റിന് ഇനി എന്ത് സാധിക്കും എന്നുള്ള ചോദ്യമാണ്. പലപ്പോഴും ബീഹാർ പാക്കേജുകൾ ഒരുപാട് പ്രഖ്യാപിക്കപ്പെട്ടു എന്നല്ലാതെ ബീഹാറിന്റെ ഒരു അവസ്ഥയെ, സാമ്പത്തിക അവസ്ഥയെ മാറ്റാനോ ബീഹാറിന്റെ പൊതു വികസനത്തിൽ എന്തെങ്കിലും നൽകാനോ ഈ ഗവൺമെന്റിന് ഡബിൾ എഞ്ചിന് സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ നിതീഷ് കുമാർ നമ്മളോടൊപ്പമായിരുന്നു, ജയിച്ചു, പിന്നെ അപ്പുറത്ത് ചാടി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ സവിശേഷതയെ കൂടി ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. എന്തായാലും ഭരണവിരുദ്ധ വികാരമാണ്, ഇന്ത്യയിലെ പൊതുരാഷ്ട്രീയമാണ്. അതിനെ അപ്പുറത്തേക്ക് നയിക്കാൻ മാത്രം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ മറ്റേതെങ്കിലും ആളുകളോ ക്യാമ്പ് ചെയ്തതുകൊണ്ടൊന്നും അവിടെയൊന്നും സംഭവിക്കാനില്ല എന്ന ഉറച്ച വിശ്വാസമാണല്ലോ. ഓരോ ദിവസം കഴിയുന്നതോറും ഇന്ത്യ മുന്നണി ക്യാമ്പിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. തേജസ്വി യാദവിനെ മുന്നിൽ വെച്ചുകൊണ്ട് നേരത്തെ പ്രകടന പത്രിക ഇറക്കി സർക്കാർ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോയത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, സ്ത്രീകളെയും യുവാക്കളെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊരു കേവലം ബീഹാർ ഇലക്ഷൻ നവംബർ 14 കേവലം ബീഹാർ ഇലക്ഷന് അപ്പുറത്തേക്ക് ഇന്ത്യ ഭരണത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, പ്രവർത്തക സമിതിയും അത്തരം ഒരു നിലപാടിലേക്കാണ് എത്തുന്നത്. കേന്ദ്ര ഭരണത്തിൽ വരെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫലമാണ് ബീഹാറിൽ നിന്ന് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. ശ്രീ അഖിൽ രവീന്ദ്രൻ, ഇവിടെ ഇപ്പോൾ
പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തിയ ചോദ്യം ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതാണ്. ഇന്ന് പുറത്തിറങ്ങിയ പ്രകടന പത്രികയിലും മോദിയാണ് തിളങ്ങുന്നത്. മോദിയുടേതാണ് വലിയ മുഖചിത്രം. മോദി നയിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആണ് BJP അവിടെ കളത്തിൽ നിറയുന്നത്. പ്രധാനമന്ത്രിയുടെ റാലികളിലെ പ്രസംഗം അതുയർത്തിയിട്ടുള്ള ചലനങ്ങളാണ് ചർച്ചയാകുന്നത്. നിതീഷിന്റെ അവസാന തെരഞ്ഞെടുപ്പ് എന്നതാണ് ഇന്ത്യ മുന്നണി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുമ്പോൾ നിതീഷിനെ വെട്ടിക്കൊണ്ട് തന്നെ അവിടെ കളം പിടിക്കാമെന്നതാണോ BJPയുടെ ആത്മവിശ്വാസം? ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ബീഹാറിലുള്ളത്. നമുക്കറിയാം, ബീഹാറിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജംഗിൾ രാജ് ഭരണം, ജംഗിൾ രാജ് രാഷ്ട്രീയമാണോ അതോ വികസന രാഷ്ട്രീയമാണോ ഇനി തുടരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ബീഹാറിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനകീയ പദ്ധതികളും ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളും ബീഹാറിലെ ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ കണ്ട് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസന കാര്യങ്ങളിൽ അത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ശ്രീ അഖിൽ രവീന്ദ്രൻ എന്തുകൊണ്ടാണ് 2 വർഷത്തിനകം ബീഹാറിൽ സീതാദേവി ക്ഷേത്രം നിർമ്മിക്കുമെന്ന് അമിത്ഷായ്ക്ക് ഇന്ന് റാലിയിൽ ഉറപ്പ് കൊടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? വികസന പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ആ വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ, കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ള ബീഹാർ ജനത കേന്ദ്ര സർക്കാരിനും NDAക്കും ഒപ്പമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തലും. അതനുസരിച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങളുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കണം. വിശ്വാസികളുണ്ട്, അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ തന്നെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സർക്കാർ സംവിധാനമായി ഈ ബീഹാറിൽ മാറണം. ജംഗിൾ രാജ് ഭരണത്തിൽ നിന്നും അല്ലെങ്കിൽ ജംഗിൾ രാജ് ക്രിമിനൽ രാഷ്ട്രീയത്തിൽ നിന്നും ക്രിമിനൽ വൽക്കരണത്തിൽ നിന്നും മാറിക്കൊണ്ട് ഒരു വികസിത രാഷ്ട്രത്തിലേക്കും വികസിത സംസ്ഥാനത്തേക്കും ബീഹാർ മാറുമ്പോൾ അത് ഉൾക്കൊള്ളുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ജനം ബീഹാറിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇന്ത്യ മുന്നണി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടു, ആ സീറ്റ് വിഭജനത്തിൽ പോലും അവര് എങ്ങനെയാണ് നിലനിന്നത്, അവരെങ്ങനെയാണ് ആ സീറ്റ് വിഭജനത്തിൽ പോലും മാറി നിന്നുകൊണ്ട് അവർക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഈ ബീഹാറിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയുമില്ല. കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന വികസിത രാഷ്ട്രം എന്ന, വികസിത ഭാരതം എന്ന, വികസിത ബീഹാർ എന്ന ആ ആശയത്തിനൊപ്പം ബീഹാറിലെ ജനങ്ങൾ നിൽക്കൊണ്ട് അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. രാഷ്ട്രീയമായി ഞങ്ങൾ വളരെ ഉറച്ച വിശ്വാസത്തിലാണ്. ബീഹാറിലെ ഭരണം NDAക്കൊപ്പമാണ്. ഇരു മുന്നണികളും, അതായത് ഇന്ത്യ മുന്നണി, ആ മുന്നണി പരാജയത്തിന്റെ രീതിയിലാണ്. അതൊരു അമിത ആത്മവിശ്വാസമാകുമോ എന്നൊരു ചോദ്യമാണ് ശ്രീ അഖിൽ രവീന്ദ്രൻ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400+ എന്നുള്ളതായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷേ ഫലം വന്നപ്പോൾ എന്തായി എന്നത് കണ്ടതാണല്ലോ. പിന്നീട് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം എന്നതായിരുന്നു പ്രതീക്ഷ, അതായിരുന്നു പ്രചരണം.